ഹലോ ഹലോ, ഒന്ന് പിടിച്ചേരി. ഹലോ മിസ്റ്റർ, ഒന്ന് വന്നേ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിക്ക് വലിയ ഓട്ടക്കാരനെന്നൊക്കെ മനസ്സിലായി, എന്നാലും വേണ്ടില്ല, ഇനി ഞാൻ വിടില്ല. പെണ്ണെ കൈമാറ്റ്, എനിക്ക് പോണം. പോയിക്കോ, അതിനു മുമ്പ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. അന്ന് ഞാൻ ഹോസ്റ്റലിൽ വന്ന് ബഹളം ഉണ്ടാക്കി എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ആലോചിച്ചപ്പോ അത് തെറ്റാണെന്ന് തോന്നി. അതിനിപ്പോ ഈ ഡ്രാമയുടെ ആവശ്യമില്ല. അല്ല, നേരിട്ട് പറയണമെന്ന് അന്ന് മുതലേ തോന്നി. ഗ്രൗണ്ടിൽ വെച്ച് കണ്ടു. അടുത്ത് വന്നപ്പോഴേക്കും ജോ പോയി കഴിഞ്ഞു. എന്റെ പേരെങ്ങനെ അറിഞ്ഞു? കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരുടെ പേരുകളൊക്കെ ഞങ്ങള് പെമ്പിള്ളേർക്ക് കാണാപ്പാടാ. മാറി നിൽക്ക്. ചൂടാവല്ലേ, എനിക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ വിടുള്ളൂ. അന്ന് അവിടെ ജോയെ കുറെ ചീത്ത വിളിച്ചു. പിന്നീട് തിരിച്ചു വന്നപ്പോഴാ മനസ്സിലായേ എന്റെ ഭാഗത്ത് തെറ്റുന്നു. മനുഷ്യന് ഒരുമാതിരി വട്ടുപിടിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. അന്ന് ഞാൻ കുട്ടിയുടെ ഡ്രസ്സ് മാറിയെടുത്തു, ശരിയാ. പക്ഷെ ആ പേരും പറഞ്ഞ് എന്റെ മുന്നിൽ എനിക്ക് നേരം പറയാൻ വന്നാലുണ്ടല്ലോ, കോളേജാന്നൊന്നും ഞാൻ നോക്കില്ല. എന്താ ഡയലോഗ് അങ്ങ് നിന്ന് പോയത്? ഒന്ന് മാറ് കുട്ടി. എന്താണോ ഈ രാത്രിയിൽ? ആ മജീദും സംഘവും ഇന്ന് രാത്രി റാഗിങ്ങിനുള്ള പരിപാടി ഉണ്ട്. ഇവന്മാർക്ക് ഈ റാഗിങ്ങും അടിപൊളിയും ഒക്കെ ഒറ്റ തവണ നടത്തിയ പോരെ. കഴിഞ്ഞ മാസത്തെ കേസും വഴക്കും ഇതുവരെ തീർന്നിട്ടില്ല. സാർ, എനിക്കൊരു ഐഡിയ. നീ ഇന്നാള് പറഞ്ഞ പോലെ എന്നെ കൊലക്ക് കൊടുക്കുന്ന ഐഡിയ വല്ലതും ആണോ? അല്ല, ഇത് മറ്റൊരു പുതിയ ഐഡിയ. പക്ഷേ സാറ് വേറെ കോളേജിലേക്ക് പറഞ്ഞു കൊടുത്താ സാറിന്റെ മൊത്തം ക്രെഡിറ്റ് പോകും. അതിപ്പോ രണ്ടായാലും പോകും. ആ, നീ ഐഡിയ പറ. ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം. നമ്മളിത് അറിഞ്ഞ സ്ഥിതിക്ക് പോലീസ് കമ്മീഷണർക്ക് നമ്മുടെ ഫോൺ വഴി ഒരു രഹസ്യ വാർത്ത ചോർത്തി കൊടുത്താലോ? താൻ എന്ത് മണ്ടത്തരോടെ ഈ പറയുന്നേ? അന്ന് സാറ് ഏറ്റെടുത്തോ? ഈ സ്പോർട്സ്മാർക്ക് എന്തിനും പറ്റിയാലേ നഷ്ടം മുഴുവനും സാറിനാ. നല്ല കോച്ച് എന്നുള്ള പേര് വേണമെങ്കിലേ നല്ല മിടുക്കന്മാരായ പയ്യന്മാര് വേണം. ദ്രോണാചാര്യ അവാർഡ്, പത്മശ്രീ, പത്മഭൂഷൺ ഇതൊക്കെ വേണമെങ്കിലേ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി, വാ നമുക്ക് അങ്ങോട്ട്. ഈ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട, സാർ എടുത്തോ, ഞാൻ പറ്റില്ല. അയ്യോ, ശരി ശരി ശരി. എടി, ആ ഭദ്രളി വരുന്നുണ്ടെന്ന്. ഇതൊക്കെ നേരേക്ക് വെച്ചേ. ഹലോ, എന്താ മാഡം? എന്താ കുട്ടികളെ, കിടക്കാറായില്ലേ? കിടക്കാൻ പോവാ മാഡം. ഐശ്വര്യ എവിടെ? ദേ എപ്പോഴേ കിടന്നു, സുഖമില്ല, ചെറിയൊരു കോൾഡാ. ആ ക്ലിനിക്കിലൊന്ന് കൊണ്ടുപോകാമായിരുന്നില്ലേ? കൊണ്ടുപോയി മാഡം, മരുന്ന് കഴിച്ചിട്ട് കിടക്കുക. ഞാനൊന്ന് നോക്കട്ടെ, ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം. വേണ്ട മാഡം, ഉറങ്ങിക്കോട്ടെ. ഇതെന്തെങ്കിലും മൂടിയിട്ടിരിക്കുന്നേ? ടെമ്പറേച്ചർ കൂടും. ചൂട് കൂടിയാ നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെയാവും. അതെ അതെ, പക്ഷെ ഇത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഞാനൊന്ന് നോക്കട്ടെ. എന്താ കുട്ടികളെ ഇത്? ഈ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് നടക്കില്ല. എവിടെ ഐശ്വര്യ? അത് മാഡം, ഐശ്വര്യ എവിടെയാണെന്ന്? നിങ്ങൾ ഒരുമിച്ചാ പോയത്. ഐശ്വര്യ എവിടെയാണെന്ന് എനിക്കറിയണം. എനിക്കറിയില്ല മാഡം, ഞാൻ ഇന്നലെ വീട്ടിലായിരുന്നു. അതൊക്കെ എവിടെയായിരുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കേ, ബൈ. നേരെ ഒരുപാട് വൈകി, വേഗം ചെല്ലേ. ഭാഗ്യം, രക്ഷപ്പെട്ടു. ബികെ വന്നില്ലല്ലോ. എന്താടി? എവിടെ പോയിരുന്നു കുട്ടി ഇതുവരെ? അത് എന്താണ് ഇത്ര വൈകിയത്? അത് നേരെ എത്രയെന്നറിയോ? ഞാൻ വീട്, ബസ്. കുട്ടി എവിടെ പോയതാ? താൻ എവിടെ പോയ, എന്തിനാ പോയെന്നൊക്കെ എനിക്കറിയാം. കുട്ടി ഡാഡി മമ്മി വിളിച്ച് ഞാനിപ്പോ പറയുന്നുണ്ട്. മാഡം പ്ലീസ് പ്ലീസ്, ഈ പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കണം.
താങ്ക് യു താങ്ക് യു. ഗൗതം, ഒരു കോളേജിൽ 2 രാജാക്കന്മാരുണ്ടായാൽ ഇങ്ങനെ ഇരിക്കും. മനസ്സ് വച്ചാ ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും നിനക്കൊന്നാമനാവാം. ഉം. മെയ് കരുത്തുകൊണ്ട് മാത്രമല്ല ഇവിടെ സ്പോർട്സ്മാൻ ഉണ്ടാകുന്നത്. അതിന് വേറെ ചില തന്ത്രങ്ങളുണ്ട്. അത് പയറ്റണം. ഒന്നുമില്ല, സിമ്പിൾ. നീ ഞങ്ങളുടെ കൂടെ നിന്നാ മതി. ഓക്കെ ഓക്കെ. കഴിഞ്ഞ മീറ്റിന് കോളേജിൽ നിന്നാകെ പോയത് ഞാനും ജോയി മാത്രം. നിങ്ങൾ വലിയ ആൾക്കാര്, രണ്ടുപേരും ഒളിമ്പിക്സ് വരെ പോവാൻ പ്രാപ്തിയുള്ളവര്. ഞങ്ങള് പാവങ്ങള്. ഇന്റർ യൂണിവേഴ്സിറ്റി വാഴ്സിറ്റിയിലൊക്കെ ഓടിയും ചാടിയും ഒടുവിൽ FCAയിലോ റെയിൽവേയിലോ ഒക്കെ. അതെന്തിനാ ഇന്റർ സ്റ്റേറ്റ് മീറ്റിനൊക്കെ പോകുന്ന ആൾ ഇത്ര കുറച്ച് പറയണ? കുറച്ച് പറഞ്ഞതല്ല, സ്പോർട്സിൽ വലിയ ആവേശം കാണിച്ചാലേ ഞങ്ങൾ പെൺപിള്ളേരുടെ ഗ്ലാമർ കുറയും. ഗ്ലാമർ കുറഞ്ഞാ പിന്നെ കല്യാണ മാർക്കറ്റിൽ യാതൊരു വിലയും കാണില്ല. അല്ലെങ്കിൽ പിന്നെ നീ എന്നെ കെട്ടണം. അതിനിപ്പോ കെട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ലേ വേണ്ട. പക്ഷെ ചെറുക്കന്മാരെയൊന്നും കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നൊന്ന് പറയും, നാളെ പോപ്പുലർ ആവുമ്പോ വേറൊന്ന് പറയും. എനിക്കൊരു വാക്കേ ഉള്ളൂ, പഠിപ്പ് കഴിയാ. 400ന്റെയും 200ന്റെയും നാഷണൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാം. പിന്നെ ആ, അത് നടന്നു തന്നെ, നിന്റെ നാഷണൽ റെക്കോർഡ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ജോ ഉള്ളപ്പോ നാഷണൽ ഫസ്റ്റ് ആവാൻ നിനക്ക് പറ്റുമോ? നീ നോക്കിക്കോ, ഇത്തവണ ഞാൻ അവനെ തോൽപ്പിക്കും. ബെറ്റ്? ബെറ്റ്. See, Angela, I've made it very clear. I don't want you to follow me every time I step out. Please. Hello? Tara? ജോ പറ. സാർ സാർ, ഒരു ഗുഡ് ന്യൂസ് പറയാനാ വിളിച്ചത്. ഇത്തവണ നാഷണൽ മീറ്റിന് കേരളത്തിൽ നിന്ന് എനിക്ക് സെലക്ഷൻ. കൺഗ്രാറ്റ്സ്. സോ യു മേഡ് ഇറ്റ് മൈ ബോയ്. സാർ, ഇത്തവണ കൊച്ചിയിൽ വെച്ച നാഷണൽ മീറ്റ്. സെപ്റ്റംബറിലാ. അപ്പൊ ഞാൻ നാട്ടിലുണ്ടാവുമല്ലോ. എനിക്ക് നേരിട്ട് കാണാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ചെയ്യാം സാർ. താങ്ക് യു. ഓക്കെ സാർ. സോ ടേക്ക് കെയർ. താങ്ക്സ് അലോട്ട് സാർ. താങ്ക് യു. മുകുന്ദൻ സാർ എന്ത് പറഞ്ഞു? വലിയ സന്തോഷായി. ഇത്തവണ മീറ്റ് കാണാൻ സാറ് വരുന്ന പറഞ്ഞത്. യാ. മജീദിനെ ആദ്യമായി തല്ലത് നീയാ. അതിനുള്ള ട്രോഫി നിനക്ക് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. വണ്ടിയടാ. വെറുതെ അവന്മാരായിട്ട് വഴക്കിന് പോയിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ? മനഃപൂർവ്വമല്ലല്ലോ, പാവപ്പെട്ട പിള്ളേരുടെ മേലെ അവർ കുതിര കയറിയിട്ടല്ലേ. അതിപ്പോ ഇനി പ്രശ്നം ഉണ്ടായാലും ഞാൻ ഇടപെടും.